ഹലോ ഗൈസ്, പാർട്ട് 1-ൽ ജുമു പറഞ്ഞ പോലെ കുറച്ച് ഇഷ്യൂസ് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ പറ്റി ഒരു പരാതിയില്ല, കാരണം അടിപൊളി ട്രീറ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വന്നത്. പക്ഷെ പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ്, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് പറയാനേ പറ്റില്ല, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ആവറേജിൽ താഴെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഇവിടുത്തെ വൃത്തിയാണ്. ആക്ച്വലി റൂമൊക്കെ നല്ല ക്ലീൻ, നീറ്റ്, അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സൊക്കെ നടക്കാൻ പോകുന്ന ചില ഏരിയകളൊക്കെ വളരെ മോശമാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അടിപൊളിയായിരുന്നു, നല്ല ഒരു പ്രത്യേക വൈബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. കൃത്യമായിട്ട് അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വരാം, സ്വാഭാവികം, അതിൽ നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്കൊരു സ്കാം പോലെ തോന്നിയത്. ലൈക്ക് അവിടെ റൂം AC കാറ്റഗറിയിൽ 3 ടൈപ്പ് റൂമുകളാണ് വരുന്നത്. 15 ദിവസത്തേക്ക് ഒരു AC റൂം നോർമൽ ആണെങ്കിൽ 38,000 വരും. അതൊരു ഡീലക്സ് AC ആണെങ്കിൽ 41,000 വരും. ഈ ഡീലക്സ് AC തന്നെ വ്യൂ വരുന്നുണ്ട്, അതിനാണ് 46,000. അപ്പം ഞാൻ എടുത്തത് ഈ 46,000 ഡീലക്സ് വിത്ത് വ്യൂ ആണ്. കിട്ടിയ റൂം ഓക്കെ, നോ ഇഷ്യൂ, നല്ല കുഴപ്പമില്ല, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല റൂമാണ്. പക്ഷേ അതിൽ AC വളരെ മോശമായിരുന്നു. ജാമ്പവാന്റെ കാലത്തുള്ള AC ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എന്നാലും പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ല, ഭയങ്കര സൗണ്ട്, വെള്ളം ഇടയ്ക്ക് വീഴുന്ന, ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിന് തോന്നണം, അത് ഓണാവണമെങ്കിൽ AC തന്നെ തോന്നണം, എന്നാൽ മാത്രമേ ഓണാവത്തുള്ളൂ. 1-2 വട്ടം ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞു, പിന്നെ ഇഷ്യൂ വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അത് 5 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന അന്നാണ് എനിക്ക് സാധാ ഡീലക്സ് റൂം കാണാൻ പറ്റിയത്. സത്യത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. ഇത് എനിക്ക് നേരത്തെ കണ്ടു ഞാൻ ഈ റൂം എടുക്കത്തുള്ളൂ. കാര്യം ഞാൻ എടുത്ത റൂമിനെക്കാട്ടിയും നല്ല വലിപ്പമുണ്ട്, പുതിയ AC ആണ്, കുറച്ചധികം എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ നല്ല റൂം മാറ്റി 5,000 രൂപ എക്സ്ട്രാ കൊടുത്ത് നമ്മളെടുത്ത വ്യൂ ഉള്ള റൂമിന്റെ പ്രശ്നം എന്താണെന്നല്ലേ അത് ഞാൻ കാണിച്ചിട്ട്. റൂമിലിരുന്ന് എയർപോർട്ട് കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ റൂം നമ്മൾ എടുത്തത്. ഫ്ലൈറ്റ് ലാൻഡിംഗ് ടേക്ക് ഓഫും വരുന്ന മെയിൻ ഏരിയ മൊത്തം ഈ കമാനം കാരണം മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്തെ റൂമിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഗാർഡൻ ഏരിയയിൽ പോയിരുന്നാൽ ഇതിലും വ്യക്തമായിട്ട് കാണാനും പറ്റും. അപ്പം മഹറിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് പൈസ ഒന്നും വേസ്റ്റ് ആവാതെ കൃത്യമായിട്ട് റൂമൊക്കെ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്